Astre punistra con, lahano jamehun la tastax, weh, retunentra bokthosa. Ask to punistan nawa fivajunaster. We got our sticker with anda on hara. Okay, sona duthi in forma de captonos. We huntimeno. Gotta T captano constio. ഈ ഹോംവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടാ. എന്തോന്ന് പറഞ്ഞാ പോണേ അവിടുന്ന്. എന്താരൊന്നും ഉണ്ടാത്തെ പറഞ്ഞിട്ടാ. നിനക്ക് മാത്രല്ല എനിക്കുണ്ട് ഹോംവർക്ക്. എനിക്ക് എന്റെ കാര്യം നോക്കിയാ മതിയല്ലോ. നോക്കിക്കോ, ഞാൻ എന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. മര്യാദക്ക് അലമാരിയിൽ ഇരുന്ന് ടെടിയാ. നീയൊക്കെയാണ് അത് പുറത്തെടുത്തത്. പക്ഷെ അത് എന്റെ ടെടിയാ. ചേച്ചിക്ക് അതിൽ ഒരു അവകാശവും ഇല്ല. എനിക്കത് പറമ്പ് കിട്ടിയതോ? പറമ്പിലേക്ക് ഇട്ടതും ചേച്ചല്ലേ? ഞാനോ? ഞാനിട്ടെന്നോ? എന്നെ അമ്മ ചീത്ത പറയിപ്പിച്ചതല്ലേ? ആര് പറഞ്ഞിട്ടാണെങ്കിലും സംഗതി കൈവിട്ട് പോയില്ലേ? നിർത്തടി രണ്ടാളും. ഹോംവർക്ക് ചെയ്യാതിരുന്ന് രണ്ടിനും സുഖം പിടിച്ചു പോയില്ലേ? ഇത്രയും കാലം എങ്ങനെ പഠിച്ചോ അതുപോലെ മതി ഇനി അങ്ങോട്ടും. എന്റെ വിഷമം അതൊന്നും അല്ല. നാളേക്ക് ആ ഏലിയം വന്നിട്ട് 30 ദിവസം തികയാ. കറക്റ്റ് ഇന്ന് തന്നെ അത് പോയി. അമ്മയാണെങ്കിൽ ഏലിയന്റെ അടുത്ത് മാസ് ഡയലോഗൊക്കെ അടിച്ചതാ. ഞാനെന്ത് ഡയലോഗ് അടിച്ചു എന്നാ? അല്ല, എന്തൊക്കെയാ പറയുന്ന കേട്ടായിരുന്നു. ഈ വീട്ടിൽ അഭയം തേടി വരുന്നവരെ സംരക്ഷിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ. അത് പറഞ്ഞായിരുന്നു. പക്ഷെ ആ സ്വാമി ഇമാതിരി പണി ഒപ്പിക്കുന്ന ആരറിഞ്ഞു? സ്വാമി, സ്വാമി. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് അമ്മ. എന്തിന്? ഏലിയൻ ഭൂമിയിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 29ാമത്തെ ദിവസം. ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ 30 ദിവസമായില്ലേ? ആവും. അതിന് അപ്പം 30 ദിവസത്തെ ശിക്ഷ അവസാനിച്ച് ഏലിയനെ കൊണ്ടുപോകാൻ അവര് വരില്ലേ? തീർച്ചയായിട്ടും വരും എന്ന് വേണം കരുതാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഏലിയനെ കാണാതാവുമ്പം അവര് പ്രശ്നം ഉണ്ടാക്കില്ലേ? ആക്കും. ആക്കാതെ എവിടെ പോവാൻ? ഏയ്, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കോ? ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അന്വേഷണം നമ്മുടെ വീട്ടിലോട്ട് എത്തും. പക്ഷെ നമ്മളെടുത്തില്ലല്ലോ. അത് അവരോട് പറഞ്ഞാൽ അവര് വിശ്വസിക്കുവോ? നമ്മളും കൂടെ അറിഞ്ഞോണ്ട് അതിന് വിറ്റതാണെന്ന് അവര് വിചാരിക്കും. അങ്ങനെ കരുതിയാൽ അവര് ഈ വീടടക്കം നമ്മളെ കത്തിക്കും, ലേസർ രശ്മികൾ ഉപയോഗിച്ച്. അയ്യോ, കത്തിക്കൂ. നമുക്ക് ഉള്ള കാര്യം കൊണ്ട് തുറന്നു പറയാം. പറയാം. അവരത് വിശ്വസിച്ചാൽ നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. പക്ഷെ വിശ്വസിച്ചില്ലെങ്കിൽ പണി പാളും. സോ നമുക്കതിലൊരു റിസ്ക് എടുക്കാൻ പറ്റൂല. ചെയ്യാനാകെ ഒന്നേ ഉള്ളൂ. നാളെ രാത്രി ആ ഏലിയൻസ് പേടകം വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും മുങ്ങിട്ട് ഏലിയൻസ് ഇവിടുന്ന് പോയതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. തൽക്കാലത്തേക്കിനൊരു മാറി നിൽക്കൽ. ദാറ്റ്സ് ഓൾ. ഒളിച്ചോട്ടം ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഓഹോ, എന്നാ ധീരയായ നീ ഇവിടെ നിന്ന് ഏലിയൻസിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഞങ്ങൾ പോയി ഒളിക്കാം. അയ്യോ ഇല്ല, ഞാനുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മ എന്ത് പറയുന്നു? എന്നാ പിന്നെ മുങ്ങാം. 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 എന്റെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ്, ചിക്കൻ ഗ്രേവി, പെഡിഗ്രി, മരുന്നുകൾ എല്ലാം എടുത്തില്ലേ? അതൊക്കെ ഞാൻ എടുത്ത് ബോക്സിലാക്കി ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. ഗുഡ് ജോബ് മിസ് അർച്ചന, വെൽ ഡൺ. ഇനി ഏലിയൻസ് നമ്മളെ തപ്പി പുറകെ വരുവോ? അതിന് നമ്മൾ ഒളിവി പോണ സ്ഥലം ഏലിയൻസിന് അറിയില്ലല്ലോ. ഏലിയൻസ് ആവുമ്പോ ഒന്നും പറയാൻ പറ്റൂല, കണ്ടുപിടിക്കും. അവർക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ മറ്റേ ടെഡി ഏലിയനെ പോയി കണ്ടുപിടിച്ച പോലെ അവർക്ക് നമ്മളെ പുറകെ പോകണം. അതെനിക്ക് പറഞ്ഞത് പോയിന്റ്. പക്ഷെ അതിനവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ
ചേച്ചി പറഞ്ഞ പോലെ ചിലപ്പം വീട് കത്തും. അതിനൊന്നും അവസരം ഉണ്ടാക്കാതെ നമുക്ക് ഇവിടുന്ന് പോവാം. വർത്തമാനം പറയാതെ അതിനുള്ള പരിപാടി നോക്ക്. ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ ആരും. ഇനിയിപ്പോ മറന്നാലും കുഴപ്പമില്ല, നമ്മൾ നാട് വിട്ടു പോകുന്നല്ലോ. ആ കാറിന്റെ താക്കോലും കൂടി എടുത്തോ. തുറക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇതാരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്തേക്കാണല്ലോ. പുറത്തുനിന്നോ? ഞാൻ പുറകു വശത്ത് കൂടെ പോയി നോക്കാം. അമ്മ, എന്താടി? അടുക്കള വാതിൽ ലോക്കാണ്, അതും പുറത്തുനിന്ന്. ലോക്കോ? അതെങ്ങനെ? ആരോടെങ്കിലും വിളിച്ച് വരാൻ പറമ്മ. വൈഫൈ കിട്ടുന്നില്ലല്ലോ. സാധാ കോളൊന്ന് ചെയ്ത് നോക്ക്. അത് കിട്ടാത്തോണ്ടല്ലേ ഇവിടെ വൈഫൈ വെച്ചത്. ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ, ആരോ നമ്മളെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്ത പോലെ. അമ്മ മൊബൈലിൽ തന്നെ, ഞാൻ ഓപ്പൺ ടെറസിൽ പോയിട്ട് സിഗ്നൽ ഇട്ടോ നോക്കാം. അമ്മ, എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നത് ഏലിയൻസ് ഭൂമിയിലെത്തിന്നാ. ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ രക്ഷപ്പെടാനുള്ള വഴി നോക്ക്. സിഗ്നലും കിട്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ബ്ലോക്ക് ചെയ്തതായിരിക്കും ആ ഏലിയൻസ്. അയ്യോ, അപ്പൊ ഏലിയൻസ് വന്ന് ഈ വീട് ഉൾപ്പെടെ നമ്മളെ കത്തിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, അവര് വരുമ്പം നമുക്ക് ഉള്ള സത്യങ്ങളൊക്കെ എങ്ങനെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അവരിപ്പൊ വിശ്വസിക്കും. പിന്നെ വേറെ എന്ത് ചെയ്യും? ഇതേ ഒരു മാർഗമുള്ളൂ അമ്മ. ഏലിയൻസ് രാത്രി എത്തുന്ന ഞാൻ കരുതി, ഇതിപ്പോ ഉച്ച കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ എത്തി. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം? ഒച്ച ഉണ്ടാക്കുന്ന കാര്യം എനിക്കറിയില്ല, സോറി. അയ്യോ, ആരും ഓടരുത്, വാതിൽ ലോക്ക് ചെയ്ത് ഞാനാ. ഏലിയൻസ് അല്ല, ഞാനാ ഡോർ ലോക്ക് ചെയ്തത്. എന്തിന്? കാര്യമുണ്ട്, പറയാം. നിങ്ങൾ അകത്തോട്ട് വാ. അത് വേണോ? ഞങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയായിരുന്നു ആ ഏലിയൻസ് വരുന്നതിന് മുമ്പേ. ആ ഏലിയൻസ് വന്ന് ചെടി ഏലിയന് ചോദിക്കുമ്പോ കൊടുത്തില്ലെങ്കിൽ അവർ ഈ വീട് കത്തിച്ചാലോ? അവരങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി അങ്ങനെ ആണേ തന്നെ നിങ്ങൾ പേടിക്കണ്ട. പേടിക്കണ്ടെന്നോ? അവര് വന്ന് ഏലിയൻ തൊടിയെന്ന് ചോദിച്ചാ നമുക്ക് കൊടുക്കാം. മനസ്സിലായില്ല, എങ്ങനെ കൊടുക്കും? ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഏലിയൻ ടെഡിയെ കിട്ടാതെ തിരിച്ച് വീട്ടിലെത്തി എനിക്ക് ഒരു കോൾ വന്നു, ഒരു അനോണിമസ് കോൾ.
ഹലോ, മിസ്റ്റർ അർജുനൻ കുട്ടി? അതെ, അർജുനൻ കുട്ടിയാണ്. ആരാ? ഞാൻ ആരാണ് എന്നതിനോട് പ്രസക്തിയില്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിനാണ് ഇവിടെ പ്രസക്തി. മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷൻ അത് നിങ്ങൾ ചെയ്യണം. ആ ഏലിയെന്ന് നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. ആരാ നിങ്ങൾ? ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? പറഞ്ഞല്ലോ, അതിനോട് പ്രസക്തിയില്ല. നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്ക് അവർ ശാസ്ത്രജ്ഞരറിയാം. പിന്നെ ടെററിസ്റ്റ് ഭൂമിയിൽ വന്ന ഏലിയനെ കുറിച്ച് അറിഞ്ഞ് അതിനെ തപ്പിയെടുക്കാൻ വന്നതാണ് അവർ. ടെററിസ്റ്റുകൾക്ക് എന്തിനാ ഏലിയൻസിനെ? മിന്നൽ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് അവർ മുസാസിനും കൊപ്പി. ഈ ഏലിയനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ മൊത്തം ഏലിയൻസിനെയും വെറുതിയിലാക്കി അവരെ ഉപയോഗിച്ച് അവരുടെ ശത്രുക്കളെ ആക്രമിക്കാനാണ് അവരുടെ പ്ലാൻ. പക്ഷേ അവരുടെ പ്ലാനുകൾ നിങ്ങൾ അറിഞ്ഞു? ഇത്തരം വലിയ ടെററിസ്റ്റ് രഹസ്യങ്ങളൊന്നും ലീക്ക് ആവാറില്ലല്ലോ. യെസ്, പക്ഷെ ഞാനത് അറിഞ്ഞു. ബിക്കോസ് ഞാൻ അവരുടെ ടീമിൽ ഉള്ളയാളാണ്, സ്പൈ ഏജന്റ്. ഞാൻ എന്ത് ചെയ്യണം അത് പറയേ. മിന്നലെ കൂടാതെ വേറൊരാൾ കൂടി ആ തിരിയെ തട്ടിയെടുക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. മിന്നയുടെ വീടുമായി അടുപ്പമുള്ള വേറൊരാൾ. ആരാണത്? പേര് മറക്കണ്ടയൻ. അയാൾ ഇന്നൊരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അയാൾക്ക് ആ ടെടി കിട്ടിയിട്ടില്ല. അറിയാം, പക്ഷെ അയാൾ നാണയം വരും, അതും പകൽ സമയത്ത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അതെനിക്കറിയില്ല, ബട്ട് മിന്ന എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബിക്കോസ് അവർ ഹെൽത്ത് ഈസ് ഓൺ എ ഡേഞ്ചർ ഓഫ് സിറ്റുവേഷൻ. ഡു സംതിങ്. വെരി വെരി സേഫ് ആയിട്ടുള്ള സ്ഥലത്താ. ഡോണ്ട് വെറി. വിശ്വാസമില്ല. വിശ്വാസത്തിന്റെ അല്ല, പറയാൻ പേടിയായിട്ടാ. ഇവിടുത്തെ ചുമരിന് പോലും ചെവിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇതാരെ തിരുമേനിയോ? എന്താ പെട്ടെന്നൊരു വരവ്? ഇവിടെ അടുത്തൊരു ഹോമത്തിന് വന്നാണേ. തിരിച്ചു പോകുന്ന വഴിക്ക് ഈ വീട് കണ്ടത്. എന്നാ പിന്നെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. അയ്യോ, എന്ത് പറ്റി തിരുമേനി? അപ്പൊ ഒറിജിനൽ ഏലിയൻ ഡി? ഞാനിവിടെ മുമ്പേ ഞാൻ സേഫാണ്. ഇന്ന് രാത്രിയാണ് എനിക്ക് തിരിച്ചു പോകേണ്ട സമയം. കൃത്യസമയത്തെ മിസ്റ്റർ അർജുനൻ കുട്ടി എന്നെ രക്ഷിച്ചു. കണ്ട തീവ്രവാദികൾക്കൊന്നും നിന്നെ വിട്ടുകൊടുക്കാൻ ഈ എക്സ് മിലിറ്ററി അർജുനൻ കുട്ടി സമ്മതിക്കില്ല. അല്ല, എന്നും ഏലിയൻസ് വരുന്ന ദിവസമല്ലേ, നീ ഞങ്ങളെ വിട്ട് പോവോ? യെസ്, എനിക്ക് പോയേ തീരൂ. പോണത് തന്നെയാണ് നല്ലത്. ആ തീവ്രവാദികൾ അല്ലെങ്കിൽ ഉടനെ ഇവിടെ എത്തും. അപ്പൊ ഇനി ഞങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്യാൻ ആരുമില്ല. നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്താലേ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഇനി നീ എന്തെങ്കിലും ഈ വഴി വരുമോ? അങ്ങനെ വരമന്ത്രി, ഞാൻ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണം. പക്ഷെ എന്നാലും ഇനി ഭൂമിയിലേക്ക് തന്നെ അയക്കണമെന്നില്ല. അനേകം ഗ്രഹങ്ങൾ വേറെ ഉണ്ടല്ലോ. സോ കാണാൻ ഈ ചാൻസ് ഇല്ല. എന്നാ ഞാൻ ഈ വാതിൽ അടച്ചേക്കാം. അവര് വരുന്നവരെ ഈ ടെഡിനെ, സോറി, ഏലിയനെ സേഫ് ആക്കി വെക്കണല്ലോ. ഓക്കെ.
ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് പോകാൻ സമയമായി. എൻ്റെ പേരകം 15 മിനിറ്റുള്ളിൽ വരും. എന്താ നിങ്ങൾ ഭംഗിറങ്ങി ആ സ്ഥലത്ത് നിന്ന് ഒന്ന് എത്തിക്കണം. പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പറഞ്ഞോളൂ, എന്താണ്? ശരിക്കും ഉള്ള ഏലിയനെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, ഞാൻ ഇതുവരെ ഒരു ഏലിയനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ ടെഡിയുടെ ഉള്ളിൽ നിന്ന് നീ ഒന്ന് പുറത്തോട്ട് വരണം. അത് വേണോ? വേണം, പ്ലീസ്. ഓക്കെ ശരി. പക്ഷേ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഇല്ലല്ല, തൊടൂല. ഞങ്ങൾ മാറി നിൽക്കാം. ശരി, മാറിന്നോളൂ. ഒന്ന് വഴിമാറൂ, ഞാൻ കുറച്ച് മാറി നിൽക്കട്ടെ. ഓക്കെ. ഒരു പാവം പച്ച ഏലിയൻ. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. എനിക്കൊരു പേര കിട്ടി. താങ്ക്സ് ടു ഗോ. ബൈ ആൾ. ബൈ ബൈ. ബൈ. This is madness.